മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. മാസങ്ങളായി ജനവാസ മേഖലയിൽ പുലി വിഹരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർക്ക് വനമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഭീതിതമായ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ CCTV തന്നെ നാട്ടുകാർ സ്ഥാപിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമാണുള്ളത്? ഇതിൽ എന്ത് നടപടിയാണ് എടുക്കുക എന്നവർ പറയുന്നു? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ ഈ മണ്ണാർമലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. ഇതിപ്പോൾ ഈ ക്യാമറയോട് തൊട്ട് ചേർന്ന് പുലി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ശൗര്യമുള്ള ഒരു പുലി തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ ഇന്നലെ തന്നെ വനം മന്ത്രിയെ നേരിട്ട് കാണുകയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നിവേദനം കൊടുക്കുകയും ചെയ്യും. എത്രയും വേഗം ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ ഒരു 6 മാസമായി പല തവണയായി ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ പതിയുന്നു. അവിടുത്തെ നാട്ടുകാർ പുലിയെ കാണുന്നു. തീർത്തും ജനവാസ മേഖല കൂടിയാണ്. അവിടെയാണ് ഈ പുലി ഇങ്ങനെ വിഹരിക്കുന്നത്. കൂട് സ്ഥാപിച്ചു എന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് തന്നെ പുലി പോകുന്നതായി കണ്ടിരുന്നില്ല. ഇന്നലെ ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടത് പ്രകാരം അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ കൂട് മാറ്റി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ ഒരു സംശയം, അവിടെ 2 പുലികളുണ്ട് എന്നുള്ള ഒരു സംശയം കൂടി ഇതിനോടകം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സംശയം മാറ്റി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുലി ഇങ്ങനെ ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. വിപിൻ, നേരത്തെ തന്നെ നാട്ടുകാർ വലിയ ആശങ്ക പങ്കുവെക്കുകയും വനംവകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും ഇടപെടൽ ഉണ്ടായില്ല. ഇത് ഈ സ്ഥലത്ത് തന്നെ, ആ മേഖലയിൽ തന്നെ തുടർച്ചയായി ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്നിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൂട് സ്ഥാപിക്കാനോ മറ്റോ ഉണ്ടാവുന്നുണ്ടോ വിപിൻ? റിച്ച്, വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുൻപ് തന്നെ അവർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ഇങ്ങനെ ഒരു പുലി അവിടെ ഉണ്ട്, അതിനെ പിടികൂടുന്നതിന് വേണ്ടി ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ വളരെ അടുത്താണ് ഇപ്പോൾ ഒരു കൂട് തന്നെ സ്ഥാപിച്ചത്. ആ കൂട്ടിലേക്കാണെങ്കിൽ ആ പരിസരത്തേക്ക് തന്നെ പുലി പോകുന്നതായിട്ട് വ്യക്തമാവുന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ വനം മന്ത്രിയെ നേരിട്ട് നാട്ടുകാർ കാണേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കണ്ടതിന് ശേഷം ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെട്ട, അതായത് പുലി സ്ഥിരമായിട്ട് വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കൂട് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായി അതിനെ മയക്കുവെടിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ചെറിയ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന പെരിന്തൽമണ്ണയ്ക്ക് തൊട്ടടുത്ത സ്ഥലമാണ് ഈ മണ്ണാർമല മാട് റോഡ് എന്ന് പറയുന്നത്. അവിടെ 100 കണക്കിന് വാഹനങ്ങൾ രാത്രി അടക്കം പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് പുലി കുടുങ്ങുന്നത്. ഇത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയാണ്. വനം വകുപ്പ് അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് പോലും കടന്നില്ല എന്നുള്ളത് ആ സ്ഥലത്തെ സംബന്ധിച്ച വലിയ അവഗണനയാണെന്ന് കൂടി ഈ നാട്ടുകാർക്ക് വലിയ പരാതി ഇതിനോടകം തന്നെ ഉണ്ട്. ശ്രീജിത്ത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയുടെ ദൃശ്യങ്ങളാണ് CCTV ക്യാമറകൾ കാണുന്നത്. ഒന്നിലേറെ പുലിയുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.